അതുപോലെ തന്നെ മറ്റൊരു പുഷ്പാഞ്ജലിയാണ് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി. പുരുഷ സൂക്ത പുഷ്പാഞ്ജലി എന്നാൽ മര്യാദാ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമൻ്റെ, ശ്രീകൃഷ്ണൻ്റെ, മഹാവിഷ്ണുവിൻ്റെ പുഷ്പാഞ്ജലിയാണ് പുരുഷ സൂക്ത പുഷ്പാഞ്ജലി. ദേവന്മാർ പാലാഴിയിൽ ചെന്ന് അദ്ദേഹത്തിനെ ഉണർത്തി കാര്യവിവരങ്ങൾ ധരിപ്പിക്കുന്നത് പുരുഷ സൂക്തം ചൊല്ലിയാണ് ഉണർത്തുന്നത്. അങ്ങനെ പുരുഷ സൂക്തം ചൊല്ലി അർദ്ധമയക്കത്തിൽ കിടക്കുന്ന ഭഗവാനെ ഉണർത്തി കാര്യം പറഞ്ഞ് സങ്കടങ്ങൾ ബോധിപ്പിക്കുന്ന മന്ത്രമാണ് പുരുഷ സൂക്ത മന്ത്രം. അത് ഈശ്വരാധീനക്കുറവുള്ളവർക്ക് ഈശ്വരാധീന വർധനവിന് വേണ്ടി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ, ശ്രീരാമക്ഷേത്രത്തിൽ ഒക്കെ ചെയ്യാവുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് പുരുഷ സൂക്തം പുഷ്പാഞ്ജലി. ഏറ്റവും ഫലവത്താണ്. ഈശ്വരാധീന കുറവുള്ള സമയത്ത് ഈശ്വരാധീനത്തിൻ്റെതായിട്ടുള്ള വർധനവിന് വേണ്ടി, വ്യാഴത്തിൻ്റെ പോസിറ്റീവ് എനർജി കിട്ടുന്നതിന് വേണ്ടി, മൗഢ്യമുണ്ടായിരിക്കുന്ന വ്യാഴത്തിൻ്റെ മൗഢ്യാവസ്ഥയിലും വ്യാഴത്തിൻ്റെ നീചരാശി സ്ഥിതി, മകരൻ രാശി സ്ഥിതി വരുമ്പോഴുള്ള ഈശ്വരാധീനക്കുറവ് ഉണ്ടാകുമ്പോഴുമെല്ലാം പുരുഷസൂക്ത മന്ത്ര പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശ്രേയസ്കരമാണ്. വ്യാഴാഴ്ച ദിവസമോ തിരുവോണം നാളിലോ ഒക്കെ ചെയ്യുന്നത്, അവരവരുടെ പക്കനാളിലോ ഒക്കെ ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അതുപോലെ തന്നെ ഗർഭരക്ഷയ്ക്കായി ഗർഭിണികൾക്ക് ഈ യന്ത്രം എഴുതി ധരിക്കുന്നതും, അതുപോലെ 3-ാം മാസത്തിൽ ഗർഭിണിയായി 3-ാമത്തെ മാസത്തിൽ കദളിവാഴയുടെ നാക്കിലയിൽ ഒറിജിനൽ പശുവിൻ നെയ്യ് കദളിവാഴയുടെ ഇലയിൽ നിരത്തി അതിനകത്ത് സുദർശനമാകുന്ന ചക്രത്തിൻ്റെ ഷഡ്ദളം വരച്ച് അതിൽ തൊട്ടുകൊണ്ട് 3 പ്രാവശ്യം പുരുഷ സൂക്ത മന്ത്രം ചൊല്ലി ഗർഭിണികൾക്ക് കൊടുത്താൽ ഗർഭരക്ഷയ്ക്ക് ഉത്തമമാണ്. ഏറ്റവും സുരക്ഷകരമായിട്ടുള്ള, ഗർഭരക്ഷാകരമായിട്ടുള്ള ഒരു വലയം തീർക്കുന്നതിന്, ഈശ്വരാധീനപരമായിട്ടുള്ള ഒരു കവചം തീർക്കുന്നതിന്, ഭഗവാന്റെ അനുഗ്രഹത്തിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് പുരുഷ സൂക്ത മന്ത്രത്താൽ പശുവിൻ നെയ്യ് കദളിവാഴയിൽ ഒഴിച്ച് നിരത്തി ഷഡ്ചക്രം വരച്ച് 3 പ്രാവശ്യം പുരുഷ സൂക്ത മന്ത്രം ജപിച്ച് കഴിക്കാൻ കൊടുക്കുന്നത്. അത് രാവിലെ എന്നും വെറും വയറ്റിൽ അത് തീരുന്നിടം വരെ ഓരോ സ്പൂൺ കഴിക്കണം. അത് ഉത്തമമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇതാണ് പുരുഷ സൂക്ത മന്ത്രം, പുരുഷ സൂക്തപരമായിട്ടുള്ള കാര്യങ്ങൾ. ഹരി ഓം. സർവം കൃഷ്ണാർപ്പണമസ്തു.